ഓം നമോ നാരായണായ. ശ്രീമദ് നാരായണീയം ദശകം 19 10-ാമത്തെ ശ്ലോകം. പ്രചേതസ്സുകൾ ദീർഘകാലം സുഖമായി സന്തോഷമായി ജീവിച്ചു. ഒപ്പം രാജ്യഭരണവും നടത്തി. അവർക്ക് ദക്ഷൻ എന്നൊരു പുത്രനുണ്ടായി. ദക്ഷൻ എന്ന വാക്കിനർത്ഥം തന്നെ മിടുക്കൻ, സമർത്ഥൻ, വിവേകി എന്നൊക്കെയാണ്. ആ പുത്രൻ യുവാവായപ്പോൾ, രാജകുമാരൻ വലുതായപ്പോൾ ഭാര്യയായിട്ടുള്ള മാരിഷയെ, മകൻ്റെ അമ്മയായിട്ടുള്ള മാരിഷയെ ഏൽപ്പിച്ചു കൊടുത്ത് പ്രചേതസ്സുകൾ വേണ്ടത്ര യാഗങ്ങളൊക്കെ ചെയ്തു. അവരുടെ പിതാവായിട്ടുള്ള പ്രാചീന ബർഹിസിനെ പോലെ ചെയ്തില്ലെങ്കിലും ഒരു രാജാവ് അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു. അതിനുശേഷം നാരദരവിടെ വന്നെത്തി. നാരദരിൽ നിന്നും അവർ മറന്നുപോയി എന്ന് പറഞ്ഞ് ആത്മതത്വങ്ങളൊക്കെ വീണ്ടും പഠിച്ചു, അനുഷ്ഠിച്ചു. അതിനുശേഷം തപസ് ചെയ്ത് ഭഗവാനിൽ ലയിക്കുകയും ചെയ്തു. അങ്ങനെയൊക്കെ അവരെ അനുഗ്രഹിച്ച ഭഗവാനെ എന്നെ രക്ഷിക്കണം കേട്ടോ എന്നാണ് പറഞ്ഞ് ഈ ദശകം അവസാനിക്കുന്നത്. ഈ പ്രചേതസ്സുകൾക്ക് പുത്രനായി ജനിച്ച ദക്ഷൻ, പഴയ ദക്ഷനില്ലേ, ദക്ഷയാഗം, അഹങ്കാരി, ശിവനെ ബുദ്ധിമുട്ടിച്ചു, പിന്നെ ശിവനെ സ്തുതിച്ചു, ആടിൻ്റെ തലവെച്ച് യാഗം പൂർത്തിയായി. അദ്ദേഹത്തിൻ്റെ കാലം അങ്ങനെ കഴിഞ്ഞുപോയി. ആ ദക്ഷനാണ് അന്ന് ബ്രഹ്മപുത്രനും ദേവനും ആയി ജനിച്ച, എങ്കിലും അഹങ്കാരം കൊണ്ട് സ്വയം നശിച്ച ആ ദക്ഷൻ പ്രജാപതിയാണ് ഇവിടെ പ്രചേതസ്സുകളുടെ പുത്രനായി ഒട്ടും അഹങ്കാരമില്ലാതെ ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി വീണ്ടും ജനിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. ഈ ഭാഗവതത്തിലൊക്കെ അങ്ങനെ ഒരു സൂചനയുണ്ട്. 10-ാമത്തെ ശ്ലോകം നോക്കാം. അവാപ്യ ദക്ഷം ച സുതം കൃതാധ്വര പ്രചേതസോ നാരദലബ്ധയാ ധിയാ അവാപുരാനന്ദപദം തഥാവിധ ത്വം ഈശ വാതാലയനാഥ പാഹി മാം. അർത്ഥം, പ്രചേതസ, ആ പ്രചേതസ്സുകൾ ദീർഘകാലം ഭാര്യയുമായി സന്തോഷത്തോടുകൂടി ജീവിച്ചു. രാജ്യകാര്യങ്ങളൊക്കെ വേണ്ടതുപോലെ നടത്തിയ ആ പ്രചേതസ്സുകൾ ദക്ഷം സുതം അവാപ്യ, അവർക്കൊരു മകനുണ്ടായി. ദക്ഷൻ എന്ന പേരായ ആ പുത്രനെ ലഭിച്ചിട്ട് കൃത അധ്വര, വേണ്ടതുപോലെയുള്ള അധ്വരം എന്ന് പറഞ്ഞ യാഗങ്ങൾ നടത്തിയിട്ട് വേണ്ടതുപോലെ ചെയ്തിട്ടുള്ളൂ. അധികം അവരുടെ പിതാവിനെ പോലെ ചെയ്തില്ല. നാരദലബ്ധയാ ധിയ, നാരദ മഹർഷിയിൽ നിന്നും ലഭിച്ച ആത്മജ്ഞാനത്താൽ. മുമ്പ് മഹാദേവൻ അവർക്ക് സ്തോത്രമൊക്കെ പറഞ്ഞു കൊടുത്തുവെങ്കിലും ഈ സമയത്ത് ജീവിതത്തിൻ്റെ അവസാന ഭാഗമായപ്പോൾ അവർക്ക് കുറച്ചും കൂടി ആത്മജ്ഞാനത്തിന് ആവശ്യമുണ്ട് എന്ന് കണ്ട നാരദ മഹർഷി അവിടെ എത്തിച്ചേരുകയും അവരുടെ ധിയ, ബുദ്ധി ബ്രഹ്മത്തിലേക്ക് അടുപ്പിക്കുകയും ചെയ്തു. ആനന്ദപദം അവാപു, അതുവരെ അവർ ആനന്ദത്തോടു കൂടി ജീവിച്ചെങ്കിലും അതിനേക്കാളും വലിയ പരമാനന്ദം ഭഗവാനോട് ചേരുന്നതാണ് എന്നവർ മനസ്സിലാക്കി ആ ആനന്ദപദം അവാപു എന്ന് പറഞ്ഞാൽ പ്രാപിച്ചു. ഹേ വാതാലയനാഥ ഈശ, ഭഗവാനെ, ഗുരുവായൂരപ്പ, തഥാവിധ ത്വം, അങ്ങ് തന്നെയല്ലേ അവരെയൊക്കെ സഹായിച്ചത്, അനുഗ്രഹിച്ചത്. ഞാനും അതിനു വേണ്ടി തന്നെയല്ലേ പ്രാർത്ഥിക്കുന്നത്. അവരും ഈ തീർത്ഥക്കുളത്തിലിരുന്ന് തപസ് ചെയ്തു, ഞാനും അതിൽ കൈയും കാലും കഴുകിയിട്ടും കുളിച്ചിട്ടും ഒക്കെ ആ തീർത്ഥക്കുളവുമായിട്ട് എനിക്കും സമ്പർക്കമില്ലേ? അപ്പോൾ എന്നെ രക്ഷിക്കണ്ടേ എന്നാണ് അത്രയും അടുപ്പത്തിൽ ചോദിക്കുകയാണ്. തഥാവിധത്വം, അങ്ങനെ അവരെ അനുഗ്രഹിച്ച അങ്ങ്, മാം പാഹി, എന്നെയും പാലിക്കണം എന്ന് പറയുന്നു. വരികളുടെ അർത്ഥം ഒന്നും കൂടി നോക്കാം. അവാപ്യ ദക്ഷം ച സുതം കൃതാധ്വര, അധ്വരം ഒക്കെ ചെയ്തു അവർ. ദക്ഷൻ എന്ന പുത്രനെ ലഭിച്ചതിന് ശേഷം പ്രചേതസ്സുകൾ അധ്വരം, യജ്ഞം, ബ്രഹ്മയജ്ഞം എന്നാണ് പറയുന്നത്, അത് ചെയ്തതിന് ശേഷം പ്രചേതസ്സോ, ആ പ്രചേതസ്സുകൾ നാരദലബ്ധയാധിയ, മഹർഷി നാരദനാൽ നൽകപ്പെട്ട ആ ദിവ്യജ്ഞാനത്താൽ ഉണർന്ന ബുദ്ധിയോടുകൂടി അവാപൂർ, ആനന്ദപദം, ഏറ്റവും വലിയ ആനന്ദമായിട്ടുള്ള
ഭഗവാനെ തന്നെ അവർ പ്രാപിച്ചു. തഥാവിധം അങ്ങനെയുള്ള തം ഈശ ഭഗവാനെ ഗുരുവായൂരപ്പ വാതാലയനാഥ പാഹി മാം, എന്നെയും രക്ഷിക്കൂ. ഈ 19ാമത്തെ ദശകത്തിലെ 10 ശ്ലോകങ്ങളൊന്ന് ചുരുക്കി പറയാം. ഉത്താനപാദ മഹാരാജാവിൻ്റെ വംശത്തിൽ പൃഥു ചക്രവർത്തി ജനിച്ചു. അദ്ദേഹത്തിൻ്റെ പൗത്രൻ്റെ പുത്രനും ധാർമ്മികനുമായിരുന്നു പ്രാചീന ബർഹിസ്. അദ്ദേഹത്തിനും ശതദ്രുതിക്കും കൂടി 10 മക്കളുണ്ടായി. അവർക്ക് പ്രചേതസ്സുകൾ എന്നാണ് പേര്. ഭഗവാന്റെ കാരുണ്യം തന്നെ മുളച്ചു വന്നതുപോലെയുള്ള മഹാത്മാക്കളായിരുന്നു അവർ തപസ്സിനായിട്ട് പടിഞ്ഞാറേ ദിക്കിലേക്ക് പോയി. അവിടെ താമരപ്പൊയ്ക കണ്ടു. മഹാദേവൻ അവിടെ എത്തി അവർക്ക് രുദ്രഗീതം ഉപദേശിച്ചു. ഏറെക്കാലം സന്തോഷത്തോടെ അവർ ഈ വിശിഷ്ടമായ സ്തോത്രം ചൊല്ലി തപസ് ചെയ്തു. അവർക്ക് മുന്നിൽ ഗരുഡാരൂഢനായി മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ടു. അവരെ പല വിധത്തിലും അനുഗ്രഹിച്ചു. പ്രചേതസ്സുകളെ സ്മരിക്കുന്നത് തന്നെ മംഗളം വരുത്തുമെന്ന് പറഞ്ഞു. അവർ ജപിച്ച രുദ്രഗീതം ചൊല്ലുകയാണെങ്കിൽ സകല അഭീഷ്ടങ്ങളും നടക്കും എന്ന് പറഞ്ഞു. വൃക്ഷപുത്രിയായ മാരിഷയെ വിവാഹം കഴിക്കുക എന്നും ദക്ഷൻ എന്ന ഒരു പുത്രൻ ജനിക്കും എന്നും പറഞ്ഞതുപോലെയൊക്കെ സംഭവിക്കുകയും ചെയ്തു. അങ്ങനെ ആ ദക്ഷനിൽ മാരിഷയെയും രാജ്യത്തെയും ഏൽപ്പിച്ച് വിരക്തന്മാരായ അവർ സർവസംഘ പരിത്യാഗികളായിട്ട് വീണ്ടും പടിഞ്ഞാറോട്ട് തന്നെ യാത്ര ചെയ്തു. അവരുടെ സമീപത്ത് ശ്രീ നാരദ മഹർഷി വന്നെത്തി. അവർ നാരദരോട് വീണ്ടും ഞങ്ങൾക്ക് ജ്ഞാനം ഉപദേശിക്കണം എന്ന് പറഞ്ഞു. ജീവിതത്തിൻ്റെ തിരക്കിൽ അവരാദ്യം കേട്ട ജ്ഞാനമൊക്കെ മറന്നുപോയി എന്ന് പറഞ്ഞു. അപ്പോൾ നാരദർ പറഞ്ഞ കാര്യം ഭഗവാനെ പ്രസാദിപ്പിക്കുക, ഭക്തി ഉണ്ടാവുക, അതാണ് ആത്മജ്ഞാനം നേടാനുള്ള മാർഗം. അതിനു വേണ്ടിയാണ് ഈ മനുഷ്യജന്മം. അതിന് ഭഗവാനോട് ചേരാൻ സഹായിക്കാത്ത കർമ്മങ്ങളാവട്ടെ, ആയുസ്സാവട്ടെ, ആരോഗ്യമാവട്ടെ, ജീവിതമാകട്ടെ വെറുതെയാണ്, നിഷ്ഫലമാണ്. ഭഗവാൻ കരുണ സമ്പാദിക്കണം. അങ്ങനെയല്ലാത്തവർക്ക് വിത്തം എന്തിനാണ്, അറിവെന്തിനാണ്, എല്ലാം വെറുതെയാണ്. ഭഗവാനെ പ്രസന്നനാക്കുക എന്നതാണ് മനുഷ്യജന്മത്തിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു. ഒരു വൃക്ഷം വളരണമെങ്കിൽ അതിൻ്റെ കടക്കൽ തന്നെ നനയ്ക്കണം എന്ന് പറഞ്ഞു. പിന്നെ ഭഗവാനെ സ്മരിക്കുന്ന ഭക്തൻ്റെ ഹൃദയത്തിൽ ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥിതിയിൽ അവിടെ ഇരിക്കും. എപ്പോഴും അവരെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കും. അഹങ്കാരികളോ ദുരഭിമാനികളോ ആയവരുടെ ആരാധന ഭഗവാൻ സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞ് ഇവരെ അനുഗ്രഹിച്ചുകൊണ്ട് നാരദ മഹർഷി മറയുകയും ചെയ്തു. നാരദൻ്റെ ഉപദേശമനുസരിച്ച് അവർ ഭഗവാനെ ആരാധിക്കുകയും മോക്ഷം പ്രാപിക്കുകയും ചെയ്തു എന്നതാണ് ഈ ശ്രേഷ്ഠമായിട്ടുള്ള അധ്യായം. ഇവിടെ അവസാനിക്കുകയാണ്.